വെൽക്കം ടു മിനിഷിബു വ്ളോഗ്സ്. ഇന്ന് നമ്മുടെ ഒരു കോളിഫ്ലവർ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാമേ. അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാരിനേഷൻ തുടങ്ങാം. ഇപ്പം നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങാമേ. ഞാൻ ഇതൊരു 300 ഗ്രാമുള്ള ഒരു കോളിഫ്ലവർ എടുത്തേക്കുന്നത്. ഇത് വൃത്തിയാക്കി എടുക്കുമ്പം നമ്മൾ ചൂടുവെള്ളത്തിലിടാൻ പാടില്ല. ചൂടുവെള്ളത്തിലിട്ടാൽ ഇതിൽ നമുക്ക് കോട്ടിങ് ഒന്നും ശരിക്കും പിടിക്കത്തില്ല. അതുകൊണ്ട് ചൂടുവെള്ളത്തിലിടരുത്. പച്ചവെള്ളത്തിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്താണ്. ആദ്യമായിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു ലെമൺ പിഴിഞ്ഞൊഴിക്കാമേ. ഒരു അരമുറി ലെമൺ. ഇത് 250 to 300 ഗ്രാം ഉണ്ടാവും. അതിനകത്തിട്ട് ഒരു ഹാഫ് ലെമൺ. പിഴിഞ്ഞ് അത് ഓരോന്നും തനിയെ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തില്ല. പൂവല്ലേ ഇതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്ന കാരണം നമ്മളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ഒരു ഭാഗത്ത് ഉപ്പുണ്ടാവും, ഒരു ഭാഗത്ത് പുളി ഉണ്ടാവും, ഒരു സൈഡ് മുളക് ഉണ്ടാവും, പകുതി മുളക് ഉണ്ടാവുകയില്ല. അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ലൈം പിഴിഞ്ഞു. അടുത്തത് ഉപ്പ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയേ. ഉപ്പിട്ടിട്ട് അടുത്ത് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് എല്ലായിടത്തും പറ്റുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും നാരങ്ങ ഇട്ടാൽ തന്നെ നമുക്ക് ഇത് തിന്നാൻ കൊള്ളാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. സാലഡിനൊക്കെ ഇടത്തില്ലേ, അതുപോലെ നാരങ്ങ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് നല്ലതായിട്ട് തിരുമ്മിയെടുത്തിട്ട് ഇതിനകത്ത് അടുത്തത് നമ്മൾ ഒരു 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റാണ്. അതിട്ട് അത് നന്നായിട്ട് ഇതിനകത്ത് എല്ലാ പീസിലും പിടിക്കണം. ഒരു വലിയ പാത്രം എടുക്കണം. തീരെ കുഞ്ഞു പാത്രം എടുത്താൽ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആകത്തില്ല. ഇച്ചിരി വലിപ്പമുള്ള ബൗളെടുക്കും. നല്ല കുറച്ചേ ഉള്ളൂ. നമ്മൾ വലിയൊരു ബൗളായിട്ട് അത് നന്നായിട്ടെല്ലാം തേച്ച് വെച്ച ശേഷം അടുത്തത് നമുക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇതിന് പകരമായിട്ട് നമുക്ക് ചിക്കൻ മസാലയും മട്ടൻ മസാലയും രണ്ടും ഈക്വലായിട്ട് ഓരോ സ്പൂൺ ചേർത്താലും മതി. ഞാൻ ചിക്കൻ മസാല ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുവാണേ. ഗരം മസാല പൗഡർ 1 സ്പൂൺ ഇടുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, ചില്ലി ഗാർലിക് പേസ്റ്റ്, ലൈമ്, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഇടേണ്ടുന്നത് കോൺഫ്ലവർ ആണ്. നമുക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. ഫുൾ സ്പൂൺ ഇടുന്നേ കോൺഫ്ലവർ ഇടാം. എന്നിട്ട് സെക്കൻഡ് ഒരു 2 ടീസ്പൂൺ റൈസ് പൗഡർ ഇടാം. കോൺഫ്ലവറും റൈസ് പൗഡറും രണ്ടും ഇട്ടെങ്കിൽ ആ ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. കോൺഫ്ലവറിന് ഒരു ലൈറ്റ് ക്രിസ്പും അരിപ്പൊടിയും കൂടെ ചേരുമ്പം നല്ല നല്ല കറുമുറ നിൽക്കും. അതിന് രണ്ടും കൂടെ ഇടുന്നത്. നന്നായിട്ട് പുരട്ടി ഒരു 1/2 hour ഇത് വയ്ക്കണം. ഒരു 20 to 30 മിനിറ്റ് ഇത് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി അതൊരു പരുവത്തിനൊക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ തളിച്ച് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 1/2 hour ഇത് വയ്ക്കാം. ഓക്കെ.
നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് ആയേ. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അടുപ്പ് കത്തിച്ച് അടുപ്പ് ചൂടാകട്ടെ. അപ്പോഴത്തേക്കിന് ഇത് ഇച്ചിരി വെള്ളം കുടഞ്ഞ് ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുവിധം എന്തെങ്കിലും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞ് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒത്തിരി വെള്ളമായി പോകും. ഫ്ലവറിൽ വെള്ളം ഇറങ്ങിയിട്ട് ഒരുപാട് വെള്ളമായി പോകും. നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. മുഴുവൻ അതിൽ കോട്ടായിട്ട് ഇരിപ്പുണ്ട്. ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. മാവും നല്ല കറക്റ്റ് നനവും ഒക്കെ ആയിട്ട് ഇരിക്കുക. നല്ല ഗ്ലേസിങ്ങോടെ. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് വെളിച്ചെണ്ണയല്ല വറക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് ഉള്ളല്ലോ ഇത്. ചട്ടി നിറച്ചൊന്നും ഒഴിക്കണ്ട. നന്നായിട്ട് എണ്ണ ചൂടാകട്ടെ. എണ്ണ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയേ. നന്നായിട്ട് ചൂടായിട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് ആക്കിയിട്ട് നോക്കാം. സിമ്മിൽ വെച്ചേക്കാം. ഹാഫ് ഫ്ലെയിം മതിയേ. ഫുൾ തീയിലിടണ്ട. പെട്ടെന്ന് വേഗത്തിൽ ഒത്തിരി മാവായിട്ട് ബജ്ജി പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഇതിൽ ഇച്ചിരി കളറും ചേർക്കാമെങ്കിൽ ഇനിയും നല്ലതാ. പക്ഷേ ഹെൽത്ത് വൈസ് നല്ലതല്ലാത്തതുകൊണ്ട് കളർ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ഒരു സാധനത്തിനും അങ്ങനെ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാറില്ല. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും. പതിയെ സ്ലോ കുക്കിങ്ങിൽ ചെയ്തെടുക്കണം. നമ്മൾ ഇത് ചൂടുവെള്ളത്തിലിട്ടതൊന്നുമല്ല. സാധാരണ നമ്മൾ കോളിഫ്ലവർ എടുക്കുമ്പോൾ അത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് ഒക്കെ അല്ലേ കഴുകിയെടുക്കണം. ഇത് ചൂടുവെള്ളത്തിലിട്ടതല്ല. അപ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് സ്ലോ കുക്കിങ്ങിൽ ചെയ്തെടുക്കണം. ഇത് മൂത്തു. അടുത്ത ട്രിപ്പ് നമുക്ക് കോരിയെടുക്കാമേ. നല്ല കോളിഫ്ലവർ ചില്ലിയും ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് ഒരു നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് കഴിക്കാൻ എന്നാ ടേസ്റ്റാണ്. കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഫ്രൈ ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ ഒരു മണവും. ഇത് മുക്കാലും വറുത്ത് കഴിയുമ്പോൾ ഒരു 5-6 പച്ചമുളക് മുട്ടിട്ട് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് കോളിഫ്ലവർ ചില്ലി ഞാനെടുത്ത് കടിച്ച് കാണിക്കാമേ. നല്ല കരി വരാൻ ഇരിക്കുന്നത്. ഈ എണ്ണയ്ക്കകത്ത് കണ്ടോ, ഒരു ശകലം പോലും മസാലയില്ല. ഈ എണ്ണയ്ക്കകത്ത് കണ്ടോ, ഒരു ശകലം പോലും മസാല ഇറങ്ങിയിട്ടില്ല. ആ കിടക്കുന്നത് മുളകിൻ്റെ അരിയാണ്.
കോളിഫ്ലവർ ചില്ലി കണ്ടോ, നല്ല സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതാ ഞാൻ കടിക്കുമ്പോൾ കണ്ടോ, സൂപ്പറാണ്. നല്ല കരു വരുന്നുണ്ട്. അകം വരെ നല്ല പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അതാണ് ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് അങ്ങനെ എടുത്തറിയാം. ഇത്ര സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമല്ലോ. അങ്ങനെ ഇച്ചിരി ലൈമൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഒരു ടൊമാറ്റോ സോസൊക്കെ വെച്ച് കഴിക്കാൻ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക്, ഷെയറും കമൻറ്റ് എല്ലാം എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, ബൈ. താങ്ക് യു.